Okay. വ്ലോഗ് തുടങ്ങാനൊഴിവില്ല ചായ ആണം പറയാന് അല്ലേ ഗൈസ് നമ്മളിന്ന് വ്ലോഗ് തുടങ്ങണത് വൈകുന്നേരം വ്ലോഗാണല്ലേ. ഹലോ ഗൈസ് പറഞ്ഞ ടിഷ ബേബി ഇവരൊക്കെ അവിടെ കളിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോ എന്ത് വീടുണ്ടാക്കി കളിച്ചാണോ അല്ലെ എന്തേലൊക്കെ ആയിട്ട് അവർക്ക് പെരത്തുണ്ട്. പിന്നെ ഇവരെ മുടിയൊക്കെ വെട്ടിട്ടോ. ജിബ്രാൻ്റെ ഹെയർ സ്റ്റൈൽ കാണിച്ചെടുത്താ ഞാൻ ബാക്ക് ഇരിഞ്ഞടിച്ചെടുക്ക്. ഇതാണ് ജുബ്രുവിൻ്റെ ഹെയർ സ്റ്റൈല്. ഇബ്രുവിൻ്റെതും അതേമാതിരി തന്നെ ഏകദേശം. ഇതാ ഔദൻ്റെത്. ഔദന് പിന്നെ മുടിയൊക്കെ കെട്ടാൻ പാകത്തിനുള്ള മുടിയൊക്കെ ഉണ്ട് കേട്ടോ ഔദന്. അതുപോലൊക്കെ അല്ലേ അതിന് വളർത്തി നമുക്ക് വളർത്തണം. പിന്നെ ടിഷ ബേബിൻ്റെ മുടി ഒന്നും കാട്ടിയിട്ടില്ല. അവളെ മുടി വെട്ടിങ്ങാണ്ട് ഇന്നാളെ തന്നെ കുടുങ്ങിയിരിക്കണേ. ഞങ്ങൾ വളരുന്നില്ല അപ്പോൾ മുടി വെട്ടിയത്. നിങ്ങൾക്ക് മുട്ട പുഴുങ്ങി തരാട്ടോ എന്നാല്. പിന്നെ നമ്മളെ കാക്കുണ്ട് കേട്ടോ അവിടെ. കാക്കു നല്ല വണ്ടി കഴുകലാണ് കേട്ടോ. ഇപ്പൊ പുതിയ വണ്ടി എടുത്തത് കൊണ്ട് ആ ഒരു മെച്ചുണ്ട്. എന്നും വണ്ടി കഴുകും മൂപ്പരാക്ക. അപ്പോൾ ഗൈസ് ഞാൻ ഓൾക്ക് മുട്ട പുഴുങ്ങി കൊടുക്കട്ടെ ഗൈസ്. അപ്പോൾ ഞാനങ്ങനെ കുട്ടികൾക്ക് മുട്ട പുഴുങ്ങാൻ വേണ്ടി ഇങ്ങോട്ട് പോവാണ്. അപ്പോൾ ഞാൻ മുട്ട പുഴുങ്ങൽ അഗാരോൻ്റെ എഗ് ബോയിലറിലാട്ടോ. ഇതിൽ നമുക്ക് ഒരേ സമയം നമുക്ക് 8 മുട്ട വരെ ബോയിൽ ചെയ്തെടുക്കട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു മെഷർമെൻ്റ് അളവാണ്. ഇതിലാണ് നമ്മൾ വെള്ളം നിറക്കേണ്ടത്. ഇതിൽ മീഡിയം ഉണ്ട്, ഹാർഡ് ഉണ്ട്, അതേമാതിരി സ്റ്റീംഡ് ഉണ്ട്. അങ്ങനെ 3 ഓപ്ഷനിലാണ് അതിൻ്റെ മെഷർമെൻറ്റ്. വെള്ളത്തിൻ്റെ മെഷർമെൻറ്റ് കപ്പാട്ടത്. ഇതിലൊഴിക്കുക. അത്ര വെള്ളം മതി. നമ്മൾ കുക്കറിലൊക്കെ നമുക്ക് നല്ലോണം വെള്ളം വേണ്ടിയില്ലേ. ഇതിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കുറച്ച് വെള്ളം മതി കേട്ടോ. അപ്പോൾ തന്നെ കുക്കായി വന്നോളൂ. അതുപോലെ തന്നെ മുട്ടൻ്റെ നമ്മൾ ബാക്ക് സൈഡ് ഉണ്ടല്ലോ, മുട്ടൻ്റെ ഈ ഭാഗം അവിടെ ചെറിയൊരു എയർ ഹോളും കൂടി ഇട്ട് കൊടുത്താൽ മതി. അത് ഈ മെഷർമെൻറ്റ് കപ്പിൻ്റെ ബാക്കിൽ തന്നെ ചെറിയൊരു പിന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കുത്തി കൊടുത്താൽ മുട്ട റെഡിയായി. ഇനി ഇത് നമുക്ക് കുക്ക് ചെയ്യാൻ വെച്ചാൽ മതി കേട്ടോ. ചെറിയൊരു എയർ ഹോൾ ഇട്ട് കൊടുത്താൽ മതി. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് മുട്ട ബോയിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സംഭവമാണ് അഗാരോൻ്റെ എഗ് ബോയിലർ കേട്ടോ. അപ്പോൾ അത് ഓൺ ആയിക്കണം കേട്ടോ. ഇനി ഇത് ഓട്ടോമാറ്റിക്കലി ഇത് കുക്കായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് ഓഫാവും. അപ്പോൾ നമുക്കിത് എടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ വേറെ 2-3 ട്രേകളുണ്ട് കേട്ടോ. നമുക്ക് ഈ വെജിറ്റബിൾ അതേമാതിരി മീറ്റൊക്കെ ബോയിൽ ചെയ്തെടുക്കാൻ വേണ്ടി കണ്ടുള്ള ഒരു 4 എഗ് പോച്ച് ട്രേ ഒക്കെ ഉണ്ട് കേട്ടോ ഇതിൽ പെടുന്നത്. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് പറഞ്ഞാൽ മുട്ട ക്രാക്ക് ആവുന്നില്ല കേട്ടോ. നമുക്ക് നല്ല പെർഫെക്റ്റ് ആയി കണ്ട് മുട്ട നമുക്ക് ബോയിൽ ചെയ്ത് കണ്ട് എടുക്കാൻ കഴിയും കേട്ടോ ഗൈസ്. അപ്പോൾ കുറേ ആൾക്കാർ നമ്മളോട് മെസ്സേജ് ആയിട്ടും അതേപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്ക് മെസ്സേജ് അയച്ചിങ്ങാണ്ട് കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിനും. ഇപ്പോൾ ഞാൻ 2-3 ദിവസമായിട്ട് അടുപ്പിച്ച് വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ഫേസ് ഇങ്ങനെ കവർ ചെയ്തുകൊണ്ടാണ് വീഡിയോ ഇട്ടിനത്. കമൻറ്റും കുറേ കണ്ട്. അപ്പോൾ എന്താണ് പറ്റിയത്, നിങ്ങൾക്ക് എന്താണ് മുഖത്തിന് എന്താ പറ്റിയത് ചോദിച്ചുകൊണ്ട് കുറേ ആൾക്കാർ നമുക്ക് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ പിന്നെ കുറേ കമൻറ്റ് അതേമാതിരി ഉണ്ട്. ലിപ്സ്റ്റിക്ക് വാരി തേച്ചിട്ട് ഇപ്പോൾ മുഖം വീർത്തിക്കണ് അതന്നെ വേണം ഒക്കെ പറഞ്ഞാൽ അങ്ങനത്തെ കുറേ കമൻറ്റുകൾ കണ്ടു കേട്ടോ. ഇതും വാരി തേച്ചങ്ങാണ്ട് മുഖം. സത്യം പറഞ്ഞാൽ ഞാൻ മരുന്ന് കുടിച്ചിരുന്നു. മരുന്ന് എനിക്ക് ടോൺസസിന് നല്ല പഴുപ്പുണ്ടായിരുന്നു. പഴുത്ത് ഇൻഫെക്ഷൻ ആയിട്ട് ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയത് നല്ലോണം പഴുത്തുങ്ങാണ്ട്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയിങ്ങാണ്ട് ഡോക്ടറെ കാണിച്ച് മരുന്ന് വാങ്ങി വീട്ടിലെത്തി. അന്ന് രാത്രിയാണ് മരുന്ന് കുടിച്ചത്. രാത്രി മാത്രമേ ഉള്ളൂ മരുന്ന് കുടിക്കാൻ കേട്ടോ. ആകെ ഒരു ദിവസം ഒരു ഗുളികയാണ് കുടിക്കാനുള്ളത്, രാത്രി മാത്രം. അപ്പോൾ രാത്രി അത് കുടിച്ച് ഞാൻ കിടന്ന്. രാത്രി ഒരു 2-3 മണിയായപ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടി ഞാൻ നീച്ചതാണ്. വെള്ളം കുടിക്കാൻ എനിക്ക് കഴിയല്ല, വെള്ളം ഇറങ്ങല്ല. അതിൽ ഞാൻ എന്തോ മുഖത്തിന് എന്തോ ഇങ്ങനെ പറ്റിയ മാതിരി എനിക്ക് തോന്നിയിനി. അതിൻ്റെ ഇടയിൽ ടിഷ ബേബി നൊലൊളിച്ച്. അപ്പോൾ ടിഷ ബേബി എത്തിക്കണം കേട്ടോ നമ്മളിപ്പം വീഡിയോ എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ ഈ ടോൺസസ് ഉണ്ടല്ലോ, ടോൺസസിൻ്റെ പഴുപ്പ് മാറാൻ വേണ്ടി കണ്ട് ഞാൻ മരുന്ന് കുടിച്ചിരുന്നു. അന്ന് രാത്രി മരുന്ന് കുടിച്ച് കിടന്നുകാണ്ട് ഒരു 2-3 മണിയായപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടി നീച്ചത്. വെള്ളം കുടിക്കാൻ കഴിയില്ല. അതിൽ ഞാൻ വെറുതെ ബാത്റൂമിൽ പോയി നോക്കിയപ്പോൾ മുഖവും ആകെ നീര് വന്നേക്കുക. ഫേസ് മൊത്തം നീര് വന്നേക്കുക. ചുണ്ടും കണ്ണൊന്നും തുറക്കല്ല, കുഞ്ഞിതായിക്കണം കണ്ണൊക്കെ. നമ്മളെ ഈ പുരികൊക്കെ ഫുള്ള് നീര് വന്നുകാണ്ട് ആകെ മൂടി. അതിൽ ഞാൻ നേരം വെളുത്തിട്ട് ഞങ്ങൾ പിന്നെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയി. ഡോക്ടറെ കാണിച്ചുകൊണ്ട് അതിൽ ഡോക്ടർ മരുന്ന് മാറ്റി എഴുതി തന്നു. ചിലപ്പോൾ മരുന്ന് നമുക്ക്
ശരീരത്തിൽ പറ്റാത്തോണ്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മരുന്ന് നമുക്ക് മാറ്റി എഴുതുന്നു. അത് പിന്നെ പുതിയ മരുന്നുണ്ടല്ലോ അത് കുടിച്ചേനെ, ഡോസ് കൂടിയതാണ്, മറ്റെങ്കിലും ഡോസ് കൂടിയതാണ്, പക്ഷേ ആ ഇതെല്ലാം നമുക്ക് മാറ്റി എഴുതുന്നു. അല്ലെങ്കിൽ ഞാൻ ആ മരുന്ന് വീണ്ടും കുടിച്ച് പിറ്റേന്ന് ആ മരുന്ന് കുടിച്ചപ്പോഴും സെയിം അവസ്ഥ എനിക്ക് ഇതന്നെ. ഫേസ് മൊത്തം നീര് വന്നിക്കുക, പിന്നെ മേല് മൊത്തം ചൊറിയുക, ഭയങ്കര ചൊറിയ പറഞ്ഞാലും ചൊറിഞ്ഞ് മേലൊക്കെ നമ്മളങ്ങനെ മേത്ത് പുഴുവരിച്ചാലൊക്കെ ഉണ്ടാവുമല്ലോ ഒരു തണുർപ്പ്, അതേപോലെ മേല് മൊത്തം തണുർത്ത് അങ്ങനെ അവസ്ഥ. ചൊറിഞ്ഞ് എനിക്കാണെങ്കിൽ ദേഷ്യവും വരിക, പേടി കരച്ചിലും. എന്താപ്പോൾ എനിക്കിതുവരെ ഇങ്ങനത്തെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെ മരുന്നിൻ്റെ ഒരു അലർജി ആയിട്ട് എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ചൊറി നമുക്ക് മേല് മൊത്തം നമുക്ക് ഭയങ്കര ഇറിറ്റേഷനാണല്ലോ ചൊറി അറിയുന്നത്, ദേഷ്യമുണ്ട്, സങ്കടമുണ്ട്. ഏതായാലും 2 ദിവസം അങ്ങനെ നിന്ന്. ഇപ്പോഴും എൻ്റെ ഫേസ് ഓക്കെ ആയിട്ടുണ്ടാവില്ല, ചെറിയൊരു തടിപ്പൊക്കെ ഉണ്ടാവും ഇവിടെയൊക്കെ ആയിട്ട്. എന്നാലും ഇപ്പോൾ ഏതായാലും ഓക്കെ. പിന്നെ ഞാൻ മരുന്ന് കുടിച്ചത് തന്നെയല്ല, ടോൺസസിൻ്റെ പഴുപ്പ് മാറുകയും ചെയ്ത് അതിൻ്റെ നമുക്ക് സൈഡ് എഫക്റ്റ് അറിയുമല്ലോ, സൈഡ് എഫക്റ്റ് മാറുന്നുമില്ല. ഏതായാലും ഇപ്പോൾ ഓക്കെ ആയി. ആകെ ചൊറിയുന്നു മേല്, കൈയിൻ്റെ ഉള്ളനാടി ഫുള്ള്, കാലിൻ്റെ അടിഭാഗം ചൊറിഞ്ഞിട്ടുണ്ടല്ലോ നീരും. അപ്പം ഞാൻ ഫസ്റ്റ് കുടിച്ചിന് മരുന്ന് എന്നിട്ടോ അസിത്രോമാക്സിൻ പറഞ്ഞാണ്ട് ഒരു മരുന്നാണ് കുടിച്ചത്. അതും എനിക്ക് എന്താ പറയുക ഗ്യാസിൻ്റെ ഗുളികയാണ് ഫസ്റ്റത്തെ പോക്കിന് എനിക്ക് തന്നിയത്. 2ാമത്തെ പോക്കിന് തന്ന ഗുളികയാണ് ഇത്, എന്താ ഇതിൻ്റെ പേര്, ഫ്ലാമാക്സോ ഉണ്ടോ, ഇതാണ് 2ാമത്തെ പോക്കിന് 2 ഗുളിക എക്സ്ട്രാ, വേറെ 2 ഗുളിക വന്നു കേട്ടോ. പഴയത് കുടിക്കണ്ടെന്നാണ്ട് 2 ഗുളികയും. ഏതായാലും ഞാൻ ഏത് ഗുളികയും കുടിച്ചിട്ടില്ല, ഇതിനൊരു ഗുളിക കുടിച്ചിട്ടുള്ളൂ, പഴയതൊന്നും ഒരു ഗുളിക കുടിച്ചിട്ടുള്ളൂ. അപ്പോഴത്തേന് പിന്നെ എനിക്ക് കുടിക്കാൻ പേടിയാവുക, ഇതിനാൽ വേറെ എന്തെങ്കിലും ഉണ്ടാകുമോ എന്തെങ്ങാണ്ട് പേടിയായിട്ട് ഞാൻ പിന്നെ ഗുളിക കുടിച്ചില്ല. ഞാൻ എന്താ പറയുക, പൊതുവേ എനിക്ക് ഇങ്ങനെ മരുന്ന് കുടിക്കണോട് താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. അത്രയും വയ്യാതായാലാണ് ഞാൻ മരുന്ന് കുടിക്കുക. ഇപ്പോൾ കാക്കൊക്കെ ഇവിടെ തലവേദന വന്നാൽ ഒക്കെ പെട്ടെന്ന് പാരസെറ്റമോൾ എടുത്ത് കുടിക്കും. ഞാൻ അങ്ങനെ പരമാവധി ശ്രമിച്ചിട്ട് പിന്നെയും തീരെ കയ്യിനില്ലാകുമ്പോഴാണ് ഞാൻ ഗുളിക കുടിക്കൽ. ഇത് എന്താ പറയുക, തൊണ്ടവേദന നല്ലോണം കൂടി. ഒരു ദിവസം ഫുഡ് കഴിച്ചിട്ട് തന്നെയല്ല, ആ മരുന്ന് കുടിച്ചതിന് ശേഷമാണ് പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ആകെ നീരും വന്ന് അങ്ങനെയും ബ്ലോക്കായി. പിറ്റേ ദിവസമൊക്കെ തൊണ്ടയിൽ നിന്ന് വെള്ളം ഒന്നും ഇറങ്ങാതായിട്ടോ. അങ്ങനെ വെള്ളം ഇറക്കുമ്പോൾ നമുക്ക് ഇവിടെ എന്തോ ഒന്ന് കുടുങ്ങിങ്ങാണ്ട് നമ്മൾ വെള്ളം ഇറക്കുമല്ലോ, ആ ഒരു ഫീലൊക്കെ ആയിരുന്നു. അപ്പോൾ ഏതായാലും അൽഹംദുലില്ലാ ഒക്കെ ആഹത്തയക്കണം, ഒക്കെ സുഖമായി. ഫസ്റ്റ് എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ, പെട്ടെന്ന് ഇതായപ്പോൾ എന്താ അപ്പോൾ അത് ഇങ്ങനൊരു ഇത് എഴുതി നമുക്കൊരു ബേജാറുണ്ടാവുമല്ലോ. മുഖമൊക്കെ കൊണ്ടുപോകുമ്പോൾ മുഖമൊന്നും കാണില്ല ഫസ്റ്റത്തെ ആ ഒരു ഇതിൽ, കണ്ണൊക്കെ കുഞ്ഞേതായിങ്ങാണ്ട് ചുണ്ടും ഇതൊക്കെ ചേർത്ത് മുഖവും ഫേസ്. അപ്പോൾ കുറേ ആൾക്കാർ നമ്മൾ വീഡിയോയിൽ തന്നെ പുതിയ എന്താ ഷോർട്സിൽ നമ്മൾ പറഞ്ഞിരുന്നു എന്താ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റാണ് എന്നുള്ളത്. പക്ഷെ എന്നാലും കുറേ കമൻ്റ് ഉണ്ട്, എന്താ അതും ഇതും വാരി തേച്ചിട്ട് പൊന്തിയതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറേ കമൻറ്റുകൾ കണ്ടിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി കണ്ട ഒരു വീഡിയോ ഇട്ടതാട്ടോ. ഇനി ചിലപ്പോൾ ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെട്ടാലോ. മരുന്നിൻ്റെ അലർജി ചില്ലറ അലർജി ഒന്നുമല്ല കേട്ടോ. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഓക്കെ ആയില്ലേ. ടിഷു ബേബി ഓക്കെ ആയിക്കണോ? ടിഷു ബേബിക്ക് ഫുള്ളാണ് പണിയാട്ടോ. അതിൻ്റെ മരുന്ന് അങ്ങോട്ട് ഇട്ടിട്ട് ഇങ്ങോട്ട് എടുത്തിട്ട് ഫുള്ള് പണിയിലാണ്. അപ്പോൾ ഏതായാലും ഇപ്പോൾ അൽഹംദുലില്ലാ റാഹത്തായി. ഇപ്പോൾ വേറെ അസുഖങ്ങളൊന്നുമില്ല, ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ മാറി ഇപ്പം